അപ്പൊ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ചെറുപുഞ്ചിരോടുകൂടി വരവേറ്റ ഒരു വാർത്തയാണ്. അഖിൽ മാരാർ 2020 വിട്ടു. സാബു എം ജേക്കബിനെതിരെ ആനടിച്ച അഖിൽ മാരാർ. അപ്പോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നു. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തകളൊക്കെ. ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അന്ധമായിട്ടുള്ള നിഷ്പക്ഷരും അല്ലെങ്കിൽ അന്ധം അഖിൽ മാരാർ ഫാൻസും അല്ലെങ്കിൽ അന്ധം 2020 ഭക്തരൊക്കെ ഇവരടക്കം ഇതൊരു പുഞ്ചിരോട് കൂടിയാണ് ഈ വാർത്ത കേട്ടത്. ആർക്കും ഒരു വിഷമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു ചെറു പുഞ്ചിരി എല്ലാവർക്കും ഇത് പറയണ. ഇവൻ മാധ്യമങ്ങൾക്കായാലും കമന്റ് ബോക്സിലാണെങ്കിലും ആർക്കും ഇതിനെ പറ്റി ഒരു വലിയ സങ്കടമോ അല്ലെങ്കിൽ ഇത് കാര്യമായിട്ട് എടുക്കണമല്ല. എല്ലാവരും ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഈ വാർത്ത കാണുന്നത്. അപ്പൊ അഖിൽ മാരാറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ 4 മാസം മുമ്പാണ്, നമ്മുടെ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ 2020 ചേർന്നത്. അന്ന് വലിയ കാര്യത്തില് സാബു എം ജേക്കബിനെ പൊക്കി പറയാ, പിന്നെ 2020 വാഴ്ത്തിപ്പാടാ, NDA വാഴ്ത്തിപ്പാടാ, അതൊക്കെയായിരുന്നു സംഭവം. രണ്ട് നല്ല രീതിക്ക് 3-ാം സ്ഥാനത്ത് എത്തി, 8 നിലയിൽ പൊട്ടി. അപ്പോ അഖിലിപ്പോ പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പറ്റിക്കായിരുന്നു. അവൻ ആഗ്രഹിച്ച സീറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അവന് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് അവൻ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് പൈസ ചെലവാക്കി അവന് വേണ്ട ഒരു സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തത് കൊടുത്തില്ല. സാബു എം ജേക്കബ് ചതിച്ചു. അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും പറയുന്നുണ്ട് സാബു എം ജേക്കബിന്റെ അടുത്ത്. അതായത് ഈ എറണാകുളം ജില്ലയിൽ മാത്രമുള്ള ഒരു 2020 എന്നുള്ള പാർട്ടി, അതായത് കിഴക്കമ്പലത്ത് മാത്രം ഇത്രയ്ക്കും സ്വാധീനമുള്ള ഒരു പാർട്ടി എന്തിനാണ് NDAയുടെ കീഴിൽ 19 സ്ഥലത്ത് മത്സരിച്ചത്? അപ്പൊ അതിനുള്ള കാര്യം അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട്. അതായത് അപ്പോ 19 സ്ഥലത്തെയും ഫണ്ട് തട്ടിയെടുക്കാലോ 2020. അതായത് ആ പേരും പറഞ്ഞിട്ട് 19 സ്ഥലത്ത് നിന്ന് പൈസ വാങ്ങാലോ. ഒപ്പം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം മാധ്യമങ്ങൾ വന്നിട്ട് സാബു എം ജേക്കബിനെതിരെ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJPയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായിട്ട് സാബു എം ജേക്കബ് 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായിട്ട് അഖിൽ മാരാറിന് അറിയാം. അതായത് വേറെ BJP നേതാക്കൾ പറഞ്ഞറിയാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതിനുള്ള തെളിവുകളൊന്നും ആള് പുറത്തുവിട്ടിട്ടില്ല, പക്ഷെ ആളുടെ വായിൽ നിന്ന് വന്ന വാക്കാണിത്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോ അതോടൊപ്പം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചു 20 ലക്ഷം മുടക്കി വാങ്ങിയ BMW ബൈക്ക് 10 ലക്ഷത്തിന് വിറ്റു. ആൾക്കാർ കേട്ടോ, ഇതൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ചില്ലറ കാര്യമല്ല, ലക്ഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിനായിട്ട് 2 പേര് മാത്രം ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ, ആരും സപ്പോർട്ട് ചെയ്തില്ല. അഖിൽ മാരാറെന്നാ പറയണ, അവൻ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഗ്രൗണ്ട് ലെവലിൽ ആരും വർക്ക് ചെയ്യാൻ വന്നില്ല, ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന് പുള്ളിക്കാരൻ പറയുന്നത്. ഒപ്പം തന്നെ ഭയങ്കര കരച്ചിലായിരുന്ന ആളെ പറയുന്നത് പുള്ളിക്കാരന്റെ അപ്പന് ക്യാൻസർ ആയതുകൊണ്ടാണ് ഇലക്ട്രിക്കിന്റെ കാർ എടുത്തത്. അതാകുമ്പോൾ കുറെ യാത്ര ചെയ്യാലോ, എവിടെ കുറെ ദൂരത്ത് ആശുപത്രിക്ക് പോകണം, അതുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനം എടുത്തത്, പെട്രോൾ അടിച്ച് മുടിയാണ്ടിരിക്കാൻ. അപ്പൊ അപ്പന് ക്യാൻസർ ആണ്. അപ്പൊ അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞു. അതായത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ ഇരുന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇത് കേൾക്കണ ഈ ആൾക്കാർക്ക് ഇത് സീരിയസ് ആയിട്ട് എടുക്കണല്ലോ. എല്ലാവരും ഒരു കമന്റ് ബോക്സിലൊക്കെ ഒരു ഫണ്ണി, അതായത് ഇവൻ BJPക്കാരും ഇവൻ 2020 അന്ധഭക്തന്മാരും വരെ പുള്ളിക്കാരനെ കളിയാക്കിയിട്ട് ട്രോളി സംഭവം ട്രോൾ മെറ്റീരിയലായി മാറി. അതായത് പുള്ളിക്കാരൻ അപ്പന് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ബൈക്ക് വിറ്റു, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം പണയം വെച്ചു എന്നൊക്കെ വന്ന് കരഞ്ഞ് മെഴുകുമ്പോഴും ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ കളിയാക്കി ചിരിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഖിൽ മാരാർ പുള്ളിക്കാരൻ ബിഗ് ബോസിലൊക്കെ വിന്നറായിരുന്നു, ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ റിയാക്ടിങ് ഒക്കെ ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയ ചുവടുവെപ്പ് ഇപ്പൊ പണ്ട് യുവമോർച്ചയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് BJPയുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ രാജിവെച്ച് വന്നാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കറണ്ട് ഈ പൊളിറ്റിക്കൽ സിനാരിയോയിൽ പുള്ളിക്കാരൻ വരുന്നത് നമ്മുടെ പിണറായി വിജയനെ തെറി വിളിച്ചിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതായത് വയനാട് ദുരന്തം ഉണ്ടായില്ല. ഈ ലേറ്റസ്റ്റ് വയനാട് ദുരന്തമല്ല, മുമ്പ്, അതായത് 500ഓളം പേര് മരിച്ച വയനാട് ലാൻഡ് സ്ലൈഡ്. ആ സമയത്ത് പിണറായി വിജയന്റെ ഇതിലേക്ക് ആരും പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞ് വലിയ സോഷ്യൽ മീഡിയ ഓളുണ്ടാക്കിയതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു ഇവന് രാഷ്ട്രീയമൊന്നുമില്ല, ഇവൻ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവന് വ്യക്തമായ രാഷ്ട്രീയ ആൾക്കാർ ഇവന്റെ പിന്നിലുണ്ട്. ഐദർ BJP ആണെന്നാണ് കൂടുതൽ വിചാരിച്ചത്. പക്ഷെ പിന്നെ നമുക്കത് മനസ്സിലായി കോൺഗ്രസ് ആയിരുന്നു. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒപ്പം ആള് പോസ്റ്റ് ഇടുന്നതും പിന്നെ അവസാന നിമിഷം വരെ കഴിഞ്ഞ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള അവസാന ഈ സ്ഥാനാർത്ഥി നിർണയം വരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവൻ വളരെ ചാൻസ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അഖിൽ മാരാർ. പിന്നെ അവസാന നിമിഷം പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ചാണകത്തി ചവിട്ടാണ്ട് BJPക്ക് കയറി. അതായത് 2020, അതായത് അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ 2020 NDAയുടെ ഒപ്പം ചേർന്നു. അപ്പോ കുറെ ആൾക്കാര് ഡയറക്റ്റ് BJPക്ക് പോയ കേരള ജനത വെറുക്കുമെന്ന് പേടിച്ചിട്ട് കുറെ സെലിബ്രിറ്റി ആൾക്കാരൊക്കെ
വളഞ്ഞ വഴി, വളഞ്ഞ് മൂക്ക് പിടിക്കാലോ, അതിനുള്ള മെത്തേഡായിട്ടാണ് 2020 ഉപയോഗിച്ചത്. അപ്പൊ അതുപോലെ ഇപ്പൊ അഖിൽമാരാറിന് ആൾക്കാർക്ക് കളിയാക്കണ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ടെക്നിക്കാണ് അന്ന് അഖിൽമാരാർ ഉപയോഗിച്ചത്. അത് മലയാളികൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ഡയറക്റ്റ് BJPക്ക് പോയവന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രസൻസും അല്ലെങ്കിൽ സപ്പോർട്ടും കുറയും എന്ന് പുള്ളിക്കാരനെ അറിയാം. അതുകൊണ്ട് തന്നെ വളഞ്ഞ് മൂക്ക് പിടിക്കാന്ന് പറയില്ലേ. പക്ഷേ ഈ പറഞ്ഞ 2020 പോയിന്നുണ്ടെങ്കിൽ അവൻ ഫുള്ള് BJPയുടെ ബാഡ്ജും ഇതൊക്കെ ഇട്ടിട്ടാണ് ഫുൾ പ്രചരണത്തിന് പോയിരുന്നത്. എല്ലാവരും കണ്ടായിരിക്കും അത് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അത് അഖിൽമാരാറിന്റെ ഒരു ഇരട്ടത്താപ്പെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുക, പിണറായിനെ എന്തൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലായ. പിണറായിനെ കുറച്ചൊക്കെ വാസ്തവം ഉണ്ടില്ല എന്നല്ല, പക്ഷെ ഒരുപാട് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വെച്ച് പിണറായിനും CPM-നും മാക്സിമം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. മനസ്സിലായില്ലേ. അപ്പൊ അതിനുള്ളത് കിട്ടുന്നതാണ് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നത്. അതായത് പിണറായിയുടെ ശാപാണ് ഇപ്പോ അഖിൽമാരാർ അനുഭവിക്കുന്നതെന്ന് ആൾക്കാർ പറയുന്നത്. അതായത് സ്വന്തം ഭാര്യയുടെ സ്വർണം പണയം വെക്കുക, ഇഷ്ടപ്പെട്ട് വാങ്ങിയ ബൈക്ക് വിൽക്കുക. ഇത്രയ്ക്കും ഗതി കെട്ടവൻ ലോകത്ത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും ഗതി കെട്ടവൻ വേറെ ആരും ഉണ്ടാവില്ല. അതായത് ഈ 2020 സാബ് വരെ നേട്ടം ഉണ്ടാക്കിയതാണ് അഖിൽമാരാർ പറയുന്നത്. അപ്പൊ ഇവൻ പറയുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറെ ആൾക്കാർ ചോദിക്കാണ് ഈ സ്വർണ്ണൊക്കെ പണയം വെച്ചെന്ന് പറയുമ്പോ മോനൊന്നും കിട്ടിയില്ലേ, ഇത്രയ്ക്കും മോനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചെന്ന് BJPക്കാരൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഇവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ഒന്നും കിട്ടുകയും ചെയ്തില്ല, എന്നാൽ ചീത്തപ്പേര് ഫുള്ള് ഇവനും കിട്ടി, തോക്കും ചെയ്തു, ഫുള്ള് ചീത്തപ്പേരും. അതായത് ഈ സാബും ജേക്കബും അവരൊക്കെ പൈസ അടിച്ചു പോയി, ഇവനൊന്നും കിട്ടിയില്ല. എന്നാൽ ഇവന്റെ ഭാര്യയുടെ സ്വർണം പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BMW ബൈക്ക് വിറ്റു. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ വിഷമങ്ങള്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറൊരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു M ജേക്കബ്, അതായത് കിക്ടിക്സിന്റെ മുതലാളിയായിട്ടുള്ള സാബു M ജേക്കബിനെ പറ്റിയാണ്. ഈ സാബു M ജേക്കബ് പണ്ട് ഈ ഇലക്ഷന്റെ സമയത്ത്, പണ്ടല്ല കുറച്ചാൾ മുമ്പ് ഇലക്ഷന്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പം ഇരുന്ന് വന്ന ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ പറയണത് പൈസ ഉള്ളവർ, അതായത് രാജീവ് ചന്ദ്രശേഖർ പേഷ്യന്റിന്റെ മുതലാളിയായിട്ടുള്ള BJPയുടെ MLA ആയിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും അത്യാവശ്യം ക്യാഷ് ആണ്, അത്യാവശ്യം നല്ല റിച്ച് ആണ് അവര്. അപ്പൊ സാബു M ജേക്കബും ഈ രാജീവ് ചന്ദ്രശേഖരും ഒരു ബിസിനസ് മാനാണല്ലോ, നല്ല പൈസ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവര് വന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഈ 2020 NDAയിൽ ചേർന്ന സമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു പറഞ്ഞു, പൈസ ഉള്ള ഒരു രാഷ്ട്രീയത്തിൽ വന്ന കക്കില്ലാന്ന്. ശുദ്ധ സംബന്ധം ഞാൻ അന്ന് പറഞ്ഞേ. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ട്രംപ്. മനസ്സിലായില്ലേ. ട്രംപ് ഏറ്റവും വലിയ കോടീശ്വരനാണ്, ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. പുള്ളിക്കാരൻ ചെയ്യാത്ത അഴിമതികളോ അല്ലെങ്കിൽ കള്ളത്തിനോ വേറെ ഇല്ല, അതെല്ലാവർക്കും അറിയണതാ. അപ്പോ പൈസ ഉള്ള ഒരു രാഷ്ട്രീയത്തിൽ വന്ന കക്കില്ല എന്ന് പറയുന്നത് വേറെ അസംബന്ധം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഒന്നും കക്കുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് അധികാരം വേണ്ടേ. പിന്നെ അവർക്ക് ഈ നക്കാപ്പിച്ച് ഇപ്പൊ നമ്മുടെ 5 ലക്ഷം 10 ലക്ഷം ഇപ്പൊ ഇന്നാൾ പറയണ്ടേ എത്രയാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് 25 കോടി BJPയില് തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 25 കോടി ഒരാൾക്കല്ല കിട്ടിയിട്ടുണ്ടാവുക, പല ആൾക്കാർക്ക്. അപ്പൊ ഇത് 25 കോടി ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോ ഒരാൾക്ക് മാക്സിമം 10 ലക്ഷം 20 ലക്ഷം ഷിഫ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഇത്രയ്ക്കും 500,000 കോടിയുടെ ആസ്തിയുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലത്തെ മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിക്ക് ഈ 5 ലക്ഷം 10 ലക്ഷം ഒന്നും വേണ്ട. അവർക്ക് വേണ്ട അധികാരം കിട്ടി കഴിയുമ്പോഴാണ് ചിലപ്പോ അവര് വലിയ കക്കളൊക്കെ കക്കുള്ളൂ. മനസ്സിലായില്ലേ. അതിനൊന്ന് എന്താ പറയാ, കക്കും എന്നല്ല ഞാൻ പറയുന്നത്, കക്കാൻ സാധ്യതയുള്ളത്. ഇപ്പൊ അവര് ചെയ്യില്ല. കാര്യം ഇപ്പൊ അവർക്ക് ഈ നക്കാപ്പിച്ച പൈസയാണോ അധികാരമാണോ, ഒരു ത്രാസ് എടുത്തിട്ട് കുറച്ച് ഒരു 10-20 ലക്ഷമാണോ ഒരു അധികാരമാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ വലിയ അധികാരമാണോ അവർ പ്രിഫർ ചെയ്യുക, അധികാരം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് നല്ല ഉണ്ണികൾ ചമയ്ക്കും. അപ്പൊ അന്ന് സാബു M ജേക്കബ് പറഞ്ഞു പൈസ ഉള്ള ഒരു കക്കില്ലാന്ന്. വെറുതെ. ഇപ്പൊ അഖിൽമാരാർ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ കിഴക്കമ്പലത്ത് ഇത്രയും കാര്യങ്ങൾ സാബു M ജേക്കബ് ചെയ്യണത് കേരളത്തിനോ അവിടുത്തെ നാട്ടുകാർക്കോ 2020 വേണ്ടിയല്ല, മറിച്ച് കിറ്റെക്സ് എന്ന പറഞ്ഞ ആളുടെ സ്വന്തം സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ പല കാര്യങ്ങൾക്കും സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കിഴക്കമ്പലത്തെ ഈ ഇത്രയ്ക്കും വികസനം ചെയ്തതെന്നാണ് അഖിൽമാരാർ പറയുന്നത്. ശരിയാണ്. ഈ പണ്ടൊക്കെ എനിക്കറിയുന്ന ചില ആൾക്കാർക്ക് ഉണ്ട്, സോ കോൾഡ് നിഷ്പക്ഷർ എന്ന് പറയുന്ന കുറെ അടിമകൾ. ഇവര് പറയും ഈ കിഴക്കമ്പലം കണ്ടില്ലേ, അത് 2021 കേരളം രക്ഷപ്പെടും. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറുതെ. ഇവരൊക്കെ സാബു M ജേക്കബിന്റെ ഓരോ പ്രസ് കോൺഫറൻസും അല്ലെങ്കിൽ ആളുടെ ഓരോ പ്രസ്താവനകളും കണ്ടാൽ എനിക്കറിയാം. കാരണം ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ്, എനിക്ക് സൈക്കോളജി അറിയാം. എനിക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരെ കള്ളത്തരങ്ങൾ. ഒരു തരത്തിലും ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാബു M ജേക്കബിന്റെ കാര്യത്തിൽ. ഇപ്പൊ ആള് റിപ്പോർട്ടറിനെതിരെയും പിണറായിക്കെതിരെ ആനടിക്കും. എന്തുകൊണ്ടാ? ഇപ്പൊ റിപ്പോർട്ടറിനെതിരെയും പിണറായിക്കെതിരെ ആനടിക്കുമ്പോ CPM വിരുദ്ധരായിട്ടുള്ള BJPക്കാരും കോൺഗ്രസ്സുകാരും അന്തമായിട്ട് പുള്ളിക്കാരെ വിശ്വസിക്കും. കാര്യം ഇവർക്ക് അന്തമാരാണ്, ഈ മാറുനാടൻ മലയാളികൾ വിശ്വസിക്കുന്ന ടൈപ്പ് അന്തമാണ് ആൾക്കാർ. അപ്പൊ ഇവര് ഇത് കേൾക്കുമ്പോ പിണറായിനെ അറ്റാക്ക് ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ റിപ്പോർട്ടറിനെ അറ്റാക്ക് ചെയ്യണ്ടല്ലോ, അപ്പൊ ഇവന് ആത്മാർത്ഥനാണ് വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറും രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അല്ലാണ്ട് കേരള ജനതയോട് ഒരു തരി ആത്മാർത്ഥനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിലും സൈക്കോളജിക്കൽ ഇന്റലിജൻസിലും എനിക്ക് മനസ്സിലായ കാര്യം, ഒരു തരത്തിലും പുള്ളിക്കാരന് ആത്മാർത്ഥത ഇല്ല. ആളെക്കാൾ ആത്മാർത്ഥതയുണ്ട് എനിക്ക് തോന്നുന്ന അഖിൽമാരാറിന്. സാബു M ജേക്കബിനേക്കാൾ കേരള ജനങ്ങളോട് ആത്മാർത്ഥത അഖിൽമാരാറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ അഖിൽമാരാറിനെ പറ്റി സാബു M ജേക്കബ് പറയണത് ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ സ്ഥാനമാനങ്ങളും പൈസയും ആഗ്രഹിച്ച് വരുന്നവർക്കുള്ള സ്ഥലമല്ല 2020 എന്ന് പറഞ്ഞ് സാബു എം ജേക്കബ് പറയുന്നുണ്ട്. ആലോചിക്കുക ആൾക്കാര്. അപ്പോ അവിടെയാണ് ഒരു വേറെ പോയിന്റ്. എനിക്ക് ഇത് കണക്ട് ചെയ്ത് പറയാനുള്ളത്, എനിക്ക് അന്ധമായിട്ടുള്ള കോൺഗ്രസ്സുകാരോടും അല്ലെങ്കിൽ അന്ധം CPM വിരുദ്ധരായിട്ടുള്ള ആൾക്കാരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ സെയിം ക്യാപ്സ്യൂള് ഈ സാബു എം ജേക്കബ് പറയണതിന് തൊട്ടുമുമ്പ് പറഞ്ഞ ഒരാളുണ്ട്. അതാണ് മറുനാടൻ മലയാളി. ഇതേ കാര്യം, അതായത് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടത് നമ്മുടെ പേളിമാണിയുടെയും അഖിൽ മാരാറിന്റെയും ഫോട്ടോ വെച്ചിട്ടാണ്. അതായത് ഈ പേളിമാണിയും അഖിൽ മാരാറിനും ഈ ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ BJP അനുകൂല സ്റ്റാൻഡ് എടുത്തപ്പോ അപ്പൊ പേളിമാണിക്ക് എത്ര 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് നഷ്ടപ്പെടുന്നു പറയണ്ടേ, അഖിൽ മാരാറിന് 70,000 ഫോളോവേഴ്സ് നഷ്ടപ്പെടുന്നു പറയണ്ടേ. അപ്പൊ മറുനാടൻ മലയാളി പറയണത് പൈസയും അല്ലെങ്കിൽ സ്ഥാനങ്ങളും ആഗ്രഹിച്ച് വരുന്നവര് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പേടിയുള്ളവര് വരേണ്ട സ്ഥലമല്ല 2020 എന്നല്ല ആള് പറയുന്നത്, BJP എൻഡ് ചെയ്യും. പറഞ്ഞു മനസ്സിലായ? അപ്പോ സാബു എം ജേക്കബ് പറഞ്ഞു അധികാരം ആഗ്രഹിച്ച് അല്ലെങ്കിൽ പണം ആഗ്രഹിച്ച് വരുന്നവർക്കുള്ള സാധനമല്ല 2020. മറുനാടൻ മലയാളി പറയുന്നത് അധികാരം പണം ആഗ്രഹിച്ച് വരുന്നവർക്കോ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പേടിയുള്ളവർക്കോ പറ്റിയ സ്ഥലമല്ല BJP എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പൊ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രയും ഹൈപ്പ് കിട്ടിയത് CPM വിരുദ്ധ വിഷം തുപ്പിയിട്ട് മാത്രമാണ്. പിണറായിനെ എനിക്ക് തോന്നാ ഈ മറുനാടൻ മലയാളി ഇത്രയും പൈസ ഉണ്ടാക്കിയതാണ് പുള്ളിക്കാരന്റെ വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് പിണറായിനെ തെറി വിളിക്കുന്ന വീഡിയോസിനായിരിക്കും. പറഞ്ഞു മനസ്സിലായി? പുള്ളിക്കാരന്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം CPM വിരുദ്ധരായിട്ടുള്ള കോൺഗ്രസ്സുകാരും CPM വിരുദ്ധരായിട്ടുള്ള BJPക്കാരും കയ്യിൽ ഒതുക്കണം. അപ്പോ പക്ഷെ ആൾക്ക് അൾട്ടിമേറ്റ്ലി ആളുടെ അജണ്ട, അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, BJPനെ വളർത്താനാണ് ആളുടെ അജണ്ട. ഇപ്പൊ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാത്തത്, ഇപ്പൊ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്ത BJPക്ക് വലിയ ഗുണമില്ല. ഇപ്പൊ CPMനെ തകർത്തിട്ട് BJP ഒരു പവർ, അതായത് ഇപ്പൊ CPM പോലെ BJP വളർന്നാൽ മാത്രമാണ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ BJP ഗുണം ചെയ്യുള്ളൂ. ഇതിപ്പോ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്ത് അത് CPMനെ ഗുണം ചെയ്യുക, അത് അയാൾക്ക് അറിയാം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അന്തം കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങൾ ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ മറുനാടൻ മലയാളി കണ്ട് വിശ്വസിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മറുനാടൻ മലയാളി കാണുമ്പോൾ ഒരു പരിധി വിശ്വസിക്കുക. ഇപ്പോ മനസ്സിലാക്കുക, ഇപ്പൊ മറുനാടൻ മലയാളി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇപ്പോ അവരുടെ കോമൺ എനിമി, കോൺഗ്രസിന്റെയും BJPയുടെയും കോമൺ എനിമി ആയിട്ടുള്ള CPM ആണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരനുള്ള ഒരു ഈ വ്യൂസ് ഉണ്ടല്ലോ, അതായത് BJP അന്തം ഈ CPM വിരുദ്ധരുടെ ആയിട്ടുള്ള BJPക്കാരെ മാത്രം വ്യൂസ് കിട്ടിയാലും ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ അന്തം CPM വിരുദ്ധരായിട്ടുള്ള BJPക്കാരും കോൺഗ്രസ്സുകാരും പുള്ളിക്ക് ഒരുപോലെ ഓഡിയൻസിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ്സുകാർ ഒരു പരിധി വരെ മറുനാടൻ മലയാളിയിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആ പുള്ളിക്കാരുടെ ഇപ്പൊ ഒരു കോടിയുടെ വരുമാനം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നേരെ 50 ലക്ഷം ആയിട്ട് കുറയും. കാരണം 50-50 അതായത് CPM വിരുദ്ധരായിട്ടുള്ള കോൺഗ്രസ്സുകാരും BJPക്കാരാണ് പുള്ളിക്കാരന്റെ ഓഡിയൻസ്. അപ്പൊ എന്റെ ടോപ്പിക് ഇത്ര ഉള്ളൂ. ഇപ്പൊ ഈ മറുനാടൻ മലയാളിയും സാബു എം ജേക്കബും രാജു ചന്ദ്രശേഖരൊക്കെ കൂടി മലയാളികളെ എങ്ങനെയാണ് പറ്റിക്കണേ എന്നുള്ളത് ജനം മനസ്സിലാക്കുക. ഒപ്പം ഏഷ്യാനെറ്റും മറുനാടൻ മലയാളമുള്ള ആൾക്കാരുടെ ഇരട്ടത്താപ്പുകൾ മനസ്സിലാക്കുക. അപ്പോ അഖിൽ മാരാറിന്റെ കരച്ചിൽ ഇനി തുടരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അടുത്തതായിട്ട് അഖിൽ മാരാറ് കോൺഗ്രസിക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇപ്പൊ ഇനി ചാണകത്തിൽ ചവിട്ടാണ്ട് BJPക്ക് പോയ മെത്തേഡ് ആൾ മാറ്റിയിട്ട് ഡയറക്റ്റ് BJPക്ക് പോകാനുള്ള ചാൻസാണ് അടുത്ത ഇലക്ഷന് കാണുന്നത്. അപ്പോ അല്ലാണ്ട് ഇപ്പോ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് രമേശ് ചെന്നിത്തലയുടെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഇട്ടതല്ലാണ്ട് അതിനപ്പുറത്തോട്ട് കോൺഗ്രസില് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 2020 ചേർന്ന അല്ലെങ്കിൽ BJPയുടെ ഷോ കഴിഞ്ഞാൽ പിന്നെ ഇന്ന ആൾക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആൾക്കാര് വിലക്കെടുക്കില്ല. അപ്പോ ഇതൊക്കെയാണ് രാഷ്ട്രീയം. അപ്പോ എല്ലാവരും എൻജോയ് ചെയ്യാം രാഷ്ട്രീയം.